മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റലുകൾ തപാൽ വകുപ്പിൽ ഛത്തീസ്ഗഡ് സർക്കിളിലെ സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തസ്തികയുടെ പേര് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്, ഒഴിവുകൾ 7. പ്രായപരിധി അപേക്ഷകർക്ക് 18-നും 27-നും ഇടയിൽ പ്രായപരിധിയുള്ളവരായിരിക്കണം. യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ 10ാം ക്ലാസ് പാസ്സാണ് തസ്തികയിലേക്കുള്ള കുറഞ്ഞ യോഗ്യത. ശമ്പളം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 20,000 രൂപ മുതൽ 63,200 രൂപ വരെ ശമ്പളം ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സ്റ്റേജ് 1, സ്റ്റേജ് 2 പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷാ ഫീസ്: അപേക്ഷകർ 100 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 20/1/2024. പ്രധാനപ്പെട്ട ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കീഴിലുള്ള സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ SSC തസ്തികകളിലേക്ക് മികച്ച പ്രൊഫഷണലായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. തസ്തികയുടെ പേര് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ SSC, ഒഴിവുകൾ 19. പ്രായപരിധി 15/1/2024 പ്രകാരം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് MSc ഉണ്ടായിരിക്കണം. അഗ്രികൾച്ചർ ഫിസിക്സ്, അഗ്രികൾച്ചർ മെറ്റീരിയോളജി, അഗ്രോണമി, MSc ഫിസിക്സ്, അറ്റ്മോസ്ഫിയറിക് സയൻസ്, മെറ്റീരിയോളജി, ഓഷ്യൻ സയൻസ്, MA, MTech അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കമ്പ്യൂട്ടർ സയൻസിൽ. ശമ്പളം: തസ്തികയുടെ ശമ്പളം 56,100 രൂപ മുതൽ 1,77,000 രൂപ വരെ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: എഴുത്തു പരീക്ഷയും വ്യക്തിഗത അഭിമുഖവും അടങ്ങുന്ന 2 ലെവൽ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15/1/2024. നോട്ടിഫിക്കേഷൻ ലിങ്ക്, ഒഫീഷ്യൽ സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കരാർ അടിസ്ഥാനത്തിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. തസ്തികയുടെ പേര് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒഴിവുകൾ 3. പ്രായപരിധി: തസ്തികയുടെ പരമാവധി പ്രായപരിധി 35 വയസ്സിനും 45 വയസ്സിനും കവിയാൻ പാടില്ല. യോഗ്യത ഉദ്യോഗാർത്ഥികൾ 1ാം ക്ലാസ് BA, BTech, MSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തത്തുല്യ അല്ലെങ്കിൽ MCA. ശമ്പളം 40,000 രൂപ മുതൽ 80,000 രൂപ വരെ പ്രതിമാസ പ്രതിഫലം നൽകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: അപേക്ഷകർ ബയോഡേറ്റയെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് എഴുത്ത്, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവ ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 12/1/2024. നോട്ടിഫിക്കേഷൻ ലിങ്ക്, ഒഫീഷ്യൽ സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് തസ്തികയിലേക്ക് 3 ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തസ്തികയുടെ പേര് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, ഒഴിവുകൾ 3. പ്രായപരിധി 1/7/2023 പ്രകാരം 36 വയസ്സിന് താഴെ. യോഗ്യത അപേക്ഷകർ AERB അംഗീകൃത സർവകലാശാലയിൽ നിന്നും ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയിൽ ബിരുദം നേടിയിരിക്കണം. ശമ്പളം: യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളം 60,000 രൂപ. അപേക്ഷകർ ഒരു തെറ്റും കൂടാതെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ അയയ്ക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 10/1/2024. നോട്ടിഫിക്കേഷൻ ലിങ്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു.
കണ്ണൂർ യൂണിവേഴ്സിറ്റി ജിയോഗ്രഫി സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് വകുപ്പിന് കീഴിലുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഒരു ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഒഴിവുകൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ 3, ജിയോഗ്രഫി 1, സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് 2. പ്രായപരിധി. തസ്തികയുടെ പരമാവധി പ്രായപരിധി 29/7/2023 50 വയസ്സാണ്. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ ഭൂമിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം. ശമ്പളം ഔദ്യോഗിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഈ തസ്തികയിലേക്ക് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ മോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ വിഷയത്തിലും അഭിമുഖം നടത്തിയ ശേഷമായിരിക്കും നിയമനം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 6/1/2024. പ്രധാനപ്പെട്ട ലിങ്കുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സീഡിറ്റ് ഒരു ഒഴിവുകൾ നികത്താൻ സീനിയർ എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. തസ്തികയുടെ പേര് സീനിയർ എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഒഴിവുകൾ 1. ഒന്നുകൂടി ചേർക്കാൻ സാധ്യതയുണ്ട്. പ്രായപരിധി. തസ്തികയുടെ പരമാവധി പ്രായപരിധി 50 വയസ്സാണ്. യോഗ്യത അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ CS, IT, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ECA അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ BTech അല്ലെങ്കിൽ BE പൂർത്തിയാക്കിയിരിക്കണം. ശമ്പളം. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളം 80,000 മുതൽ 90,000 രൂപ വരെ ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ എഴുത്തു പരീക്ഷ, നൈപുണ്യ പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് അർഹതയുള്ളൂ. സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂവും ആവശ്യാനുസരണം ഓൺലൈൻ മോഡിലോ ഫിസിക്കൽ മോഡിലോ നടത്തും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 5/1/2024. പ്രധാനപ്പെട്ട ലിങ്കുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 1785 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് 1. 15 വയസ്സ് പൂർത്തിയാകണം. കൂടാതെ 1/1/2024 24 വയസ്സ് തികയാൻ പാടില്ല. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലോ ജനന സർട്ടിഫിക്കറ്റിലോ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായം ആവശ്യത്തിന് മാത്രമായി കണക്കാക്കും. 2. ഉയർന്ന പ്രായപരിധിയിൽ SC, ST ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ 5 വർഷവും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷവും ശാരീരിക വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 വർഷവും ഇളവ് ലഭിക്കും. 3. ഉയർന്ന പ്രായപരിധിയിൽ മുൻ സൈനികർക്ക് 10 വർഷ അധിക ഇളവുണ്ട്. ക്വാളിഫിക്കേഷൻ. മെട്രിക്കുലേഷൻ 10+2 പരീക്ഷ സമ്പ്രദായത്തിൽ മെട്രിക്കുലേറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്. അംഗീകൃത ബോർഡിൽ നിന്നും കുറഞ്ഞത് 50% മാർക്കോടെ അധിക വിഷയങ്ങൾ ഒഴികെ NCVT അനുവദിച്ച ITI പാസ് സർട്ടിഫിക്കറ്റും അപ്രന്റീസ്ഷിപ്പ് ചെയ്യേണ്ട ട്രേഡിൽ SCVT. അപേക്ഷാ ഫീസ്. ജനറൽ OBC 100 രൂപ. SC, ST, PWD സ്ത്രീകൾക്ക് ഫീസ് ഇല്ല. എങ്ങനെ അപേക്ഷിക്കാം? ഔദ്യോഗിക വെബ്സൈറ്റായ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അതിനുശേഷം ഫീസടച്ച് അപേക്ഷ സമർപ്പിക്കുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ PDF പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2023 ഡിസംബർ 28. For more updates, subscribe to our channel, click the show links and enjoy watching the videos.